തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിൽ ഇത്തവണയും കടുത്ത മത്സരത്തിന് സാധ്യത. മത്സരത്തിലില്ലെന്ന് വ്യക്തമാക്കി മേയർ രാഷ്ട്രീയ നിലപാട് എടുത്തു കഴിഞ്ഞു. UDFും LDFും കടുത്ത പോരാട്ടത്തിന് ഒരുങ്ങുമ്പോൾ BJPയും ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ്. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഇടമായിരിക്കും തൃശൂർ കോർപ്പറേഷൻ. LDFും UDFും തുല്യശക്തികളാണ് ഇവിടെ. മാത്രമല്ല, മേയറുടെ രാഷ്ട്രീയ നിലപാടുകളിലെ ചാഞ്ചാട്ടവും ഇവിടെ ഏറെ ചർച്ചയാണ്. കഴിഞ്ഞ 5 വർഷം സംഭവബഹുലമായിരുന്നു തൃശൂർ കോർപ്പറേഷനിലെ കാര്യങ്ങൾ. തൃശൂർ കോർപ്പറേഷനിലെ 55 ഡിവിഷനുകളിൽ 24 വീതം LDFും UDFും കഴിഞ്ഞ തവണ നേടി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച MK വർഗീസിനെ കൂടെ കൂട്ടിയാണ് പിന്നീട് കോർപ്പറേഷൻ ഭരണം LDF നേടിയത്. BJP നേടിയത് 6 സീറ്റുകളായിരുന്നു. കോൺഗ്രസുമായി പിണങ്ങി വിമതനായി മത്സരിച്ചായിരുന്നു MK വർഗീസ് വിജയിച്ചത്. BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയോടുള്ള അടുപ്പവും തുടർന്നുള്ള പ്രതികരണങ്ങളും മേയർ MK വർഗീസിനെ പലതവണ ഈ കഴിഞ്ഞ കാലയളവിൽ വിവാദങ്ങളിൽ ചെന്ന് ചാടിച്ചു. ഇടയ്ക്കിടയ്ക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടായെങ്കിലും ഭരണം കൈവിട്ടു പോകാതിരിക്കാൻ മേയറെ CPM നിയന്ത്രിച്ചുകൊണ്ട് നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ മുൻ മന്ത്രി കൂടിയായിരുന്ന VS സുനിൽകുമാറും മേയർക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. മേയറുടെ BJP ചായ്വ് ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം വലിയ ചർച്ചയായി. വാർഡ് വിഭജനത്തിൽ കോർപ്പറേഷനിൽ 1 സീറ്റ് കൂടിയിട്ടുണ്ട്. 5 വർഷത്തെ വികസന പ്രവർത്തനത്തിന് അധികാര തുടർച്ചയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇനിയൊരു അംഗത്തിന് ഇല്ലെന്നാണ് മേയറുടെ നിലപാട്. കാരണം വെച്ചാൽ ഇനി ഞാൻ 5 വർഷക്കാലം ഇരുന്നു, ഇവിടെ ആർക്കും 5 വർഷം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ 5 വർഷക്കാലം കൊണ്ട് ഞാൻ ഒരു പുതിയ തൃശ്ശൂരിനെ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോട്ടെ, പുതിയ തലമുറ വരട്ടെ, അവരും പഠിക്കട്ടെ. ഞാൻ 3 മാസം റെസ്റ്റിലേക്കാണ് പോകുന്നത്. ഒരു പാർട്ടിയുടെ കൂടെ ഇറങ്ങാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. സംസ്ഥാനത്തുടനീളം ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് UDFിന്റെ വിലയിരുത്തൽ. അത് തൃശ്ശൂരിലും പ്രതിഫലിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ്. 10 വർഷമായി കൈവിട്ട കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് അവർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആദ്യം കോർപ്പറേഷനിൽ അധികാരം പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. എന്നാൽ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിക്കകത്തെ ചേരിപ്പോര് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. സുരേഷ് ഗോപിയെ മുൻനിർത്തിയുള്ള പ്രചാരണ പരിപാടികൾക്കാണ് BJPയുടെ പദ്ധതി. 20-ലധികം ഇടത്ത് വിജയിക്കാനാണ് BJPയുടെ ലക്ഷ്യം. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.